ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലവും പാലക്കാട് നിയമസഭാ സീറ്റും നിലനിർത്തി യുഡിഎഫ്. ചേലക്കര മണ്ഡലം എൽഡിഎഫും നിലനിർത്തി. പാലക്കാട് ബിജെപി രണ്ടാം സ്ഥാനത്ത്. വയനാട്ടിൽ 4 ലക്ഷം കടന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം. പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം 18,000-ലധികം വോട്ടുകൾക്ക്. ചേലക്കരയിൽ UR പ്രദീപിനും വ്യക്തമായ മേൽക്കൈ. മഹാരാഷ്ട്ര ഭരണം നിലനിർത്തി ബിജെപി മുന്നണിയായ മഹായുതി ഝാർഖണ്ഡിൽ INDI മുന്നണി അധികാരത്തിലേക്ക്. സദ്ഭരണവും വികസനവുമാണ് മഹാരാഷ്ട്രയിലെ വിജയത്തിന് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്ന് UDF. ഭരണവിരുദ്ധ വികാരം പ്രകടമായില്ലെന്ന് CPM. പാലക്കാട്ടെ വോട്ടുകുറവിന്റെ കാരണം പരിശോധിക്കുമെന്ന് BJP. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലവും പാലക്കാട് നിയമസഭാ സീറ്റും നിലനിർത്തി UDF. ചേലക്കര നിയമസഭാ സീറ്റ് LDFും നിലനിർത്തി. വയനാട്ടിൽ 4,10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട്ട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം കരസ്ഥമാക്കി. ചേലക്കരയിൽ LDFന്റെ UR പ്രദീപ് 12,201 വോട്ടിനാണ് ജയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ 223 സീറ്റിൽ ലീഡ് നേടി BJP ഉൾപ്പെട്ട മഹായുതി സഖ്യം അധികാരം നിലനിർത്തി. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ശാന്തുക് റാവു ഹംബർഡെ ലീഡ് ചെയ്യുന്നു. ഝാർഖണ്ഡിൽ 56 സീറ്റിൽ ലീഡ് കരസ്ഥമാക്കി INDI സഖ്യവും അധികാരമുറപ്പിച്ചു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി നേടിയ 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷം മറികടന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിജയം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. തുടക്കം മുതൽ ഭൂരിപക്ഷം നിലനിർത്തിയ പ്രിയങ്ക ഗാന്ധി അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ വോട്ടുകൾ നേടി ചരിത്ര വിജയം കൈവരിച്ചു. 4,10,931 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത്. ആകെ പോൾ ചെയ്ത വോട്ടിൽ 6,22,338 വോട്ടുകളും പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചു. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം 3,64,422 വോട്ടുകളാണ്. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ 46,509 വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചു. LDF സ്ഥാനാർത്ഥി സത്യം മൊകേരിക്ക് 2,11,407 വോട്ടുകളാണ് ലഭിച്ചത്. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് 1,09,939 വോട്ടുകൾ ലഭിച്ചു. LDFനും NDAയ്ക്കും ഇത്തവണ വോട്ടിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായി. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ആകാംക്ഷ ജനിപ്പിക്കുന്നതായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 58,389 വോട്ടുകൾ നേടിയാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. പോൾ ചെയ്തതിൽ 42.27% വോട്ടാണ് രാഹുലിന് ലഭിച്ചത്. രണ്ടാമതെത്തിയ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ 28.63% വോട്ടും മൂന്നാമതെത്തിയ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരീൻ 27% വോട്ടും നേടി. ഉപതെരഞ്ഞെടുപ്പിൽ 2-3 സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2,256 വോട്ടിലേക്ക് ചുരുങ്ങി എന്നതും ശ്രദ്ധേയമായി. ചേലക്കരയിൽ തുടക്കം മുതലേ ലീഡ് നിലനിർത്തിയ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടത്തിലും വ്യക്തമായ മേൽക്കൈ നേടി. 64,827 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. 2.25 ലക്ഷം വോട്ടുകളുള്ള ചേലക്കര മണ്ഡലത്തിൽ നിന്നും 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് UR പ്രദീപ് ചെങ്കോട്ട നിലനിർത്തിയത്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് 52,626 വോട്ടുകളും NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ 33,609 വോട്ടുകളും പെട്ടിയിലാക്കി. കാൽ നൂറ്റാണ്ടായി ചുവപ്പുമായാത്ത ചേലക്കര മണ്ഡലത്തിൽ കടുത്ത മത്സര പോരാട്ടത്തിനൊടുവിൽ സീറ്റ് നിലനിർത്തി CPM കരുത്ത് തെളിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ മികച്ച പ്രകടനമാണ് BJP ഉൾപ്പെട്ട മഹായുതി സഖ്യം കാഴ്ചവച്ചത്. 288 സീറ്റുകളുള്ള ഇവിടെ 233 സീറ്റുകളിലാണ് മഹായുതി മുന്നേറ്റം. BJP 133 സീറ്റുകളിലും ശിവസേന ഷിൻഡെ വിഭാഗം 54 സീറ്റിലും NCP 41 സീറ്റിലും ലീഡ് ചെയ്യുന്നു. മഹാവികാസ് അഘാഡി സഖ്യത്തിൽ കോൺഗ്രസ് 17 സീറ്റുകളിലും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 21 NCP ശരത് പവാർ വിഭാഗം 9 സീറ്റുകളിലും മുന്നിലാണ്. 81 സീറ്റുകളുള്ള ഝാർഖണ്ഡിൽ INDI സഖ്യം 56 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. JMM 34 സീറ്റ്, BJP 21 സീറ്റ്, കോൺഗ്രസ് 16 സീറ്റ്, RJD 5 സീറ്റ്, AJS UP 1 സീറ്റ് എന്നിങ്ങനെയാണ് ലീഡ്.
വികസനവും സദ്ഭരണവുമാണ് മഹാരാഷ്ട്രയിൽ വിജയിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാരാഷ്ട്രയുടെ പുരോഗതിക്കായി ബിജെപി സഖ്യം തുടർന്നും പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. ബിജെപി പിന്തുണ നൽകിയ ഝാർഖണ്ഡിലെ ജനങ്ങൾക്കും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. ജെഎംഎം നേതൃത്വത്തിലുള്ള സഖ്യത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. 15 സംസ്ഥാനങ്ങളിലെ 48 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലവും പ്രഖ്യാപിച്ചു. രാജസ്ഥാനിലെ 7-ൽ 6 ബിജെപിയും ഒരിടത്ത് കോൺഗ്രസും വിജയിച്ചു. പശ്ചിമബംഗാളിലെ 6-ൽ 6 തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു. ബീഹാറിലെ 2 ബിജെപിയും ഒരിടത്ത് ജെഡിയുവും ഒരിടത്ത് ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയും വിജയിച്ചു. കർണാടകയിലെ 3-ൽ 3 കോൺഗ്രസിനാണ് വിജയം. പഞ്ചാബിൽ 4-ൽ 3 എഎപിയും ഒരിടത്ത് കോൺഗ്രസും വിജയിച്ചു. അസമിലെ 5-ൽ 2 ബിജെപിയും ലീഡ് ചെയ്യുന്നു. ഒരിടത്ത് വിജയിച്ചു. ഒരിടത്ത് അസം ഗണപരിഷത്തും ഒരിടത്ത് യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറലും വിജയിച്ചു. മധ്യപ്രദേശിലെ 2-ൽ ഒരിടത്ത് ബിജെപി വിജയിച്ചു. ഒരിടത്ത് കോൺഗ്രസ് മുന്നേറുന്നു. ഉത്തർപ്രദേശിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 ബിജെപി വിജയിച്ചു. 2 ലീഡ് ചെയ്യുന്നു. 2 സമാജ്വാദി പാർട്ടിയും ഒരിടത്ത് രാഷ്ട്രീയ ലോക്ദളും വിജയിച്ചു. സിക്കിമിൽ സൊറെങ് ചഖുങ്, നാംചി സിംഗിതാങ് എന്നീ 2 നിയമസഭാ സീറ്റുകളിൽ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ച എതിരില്ലാതെ വിജയിച്ചു. പാർലമെന്റിൽ വയനാടിന്റെ ശബ്ദമാകുമെന്നും രാഹുലിന്റെ പിൻഗാമിയായി വയനാടിനെ പ്രതിനിധീകരിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. The people of Wayanad from my heart for giving me the honor to represent them, for giving me so much love in my whole campaign while I was there, and then for voting for me in the manner that they have. It's a testament to the fact that my brother worked hard there and their love for him and their trust in me. വയനാട്ടിലും പാലക്കാടും നല്ല വിജയവും ചേലക്കരയിൽ നല്ല പ്രകടനവും നടത്താൻ കഴിഞ്ഞത് യുഡിഎഫിലെയും കോൺഗ്രസിലെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ച വൻ ഭൂരിപക്ഷം കോൺഗ്രസിന്റെ മതേതര ജനാധിപത്യ ആശയങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. മുന്നണിയുടെ കൂട്ടായ്മയുടെ വിജയമാണ് പാലക്കാട്ട് ലഭിച്ചതെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്രയും ഭാഗ്യം കിട്ടിയ ആരെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ജനങ്ങളെ കാണുക എന്നതിനപ്പുറം മറ്റൊരു ഉത്തരവാദിത്വവും എനിക്കുണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ബാക്ക് എൻഡ് വർക്കുകൾ എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർ അവരാണ് നേതൃത്വം കൊടുത്തതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരവും പ്രകടമായില്ലെന്നും മൂന്നാം ഭരണത്തിലേക്ക് എൽഡിഎഫ് പോകുമെന്നതിന്റെ സൂചനയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചു. പാലക്കാട്ട് എൽഡിഎഫ് വലിയ മുന്നേറ്റം നടത്തിയെന്നും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വോട്ട് വർദ്ധിപ്പിക്കാനായെന്നും മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ പരിഹരിക്കാൻ ശ്രമിച്ചുവെന്നും അതിന്റെ തെളിവാണ് ചേലക്കരയിലെ വിജയമെന്നും എൽഡിഎഫ് സ്ഥാനാർത്ഥി യു.ആർ. പ്രദീപ് പ്രതികരിച്ചു. സാധാരണക്കാരന്റെ ജീവിത വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നല്ലപോലെ ഇടപെട്ടിട്ടുണ്ട്. അത് ഇടപെടുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഞങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവർ പറഞ്ഞത് ജീവിതത്തെ ബാധിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് അവർ ഒന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു പ്രതിനിധി വേണം. ഒരു കാരണവശാലും ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വികാരം അങ്ങനെ ഉണ്ടായിട്ടില്ല. പാലക്കാട് വോട്ട് ശതമാനത്തിലുണ്ടായ കുറവിന്റെ കാരണം പരിശോധിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ആത്മപരിശോധനയ്ക്കുള്ള അവസരമായി തെരഞ്ഞെടുപ്പ് ഫലം പരിഗണിക്കുമെന്ന് പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 116ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാക്കും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത്ത് കേൾക്കാവുന്നതാണ്. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ നടക്കും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് യോഗം. ഡിസംബർ 20 വരെയാണ് ശീതകാല സമ്മേളനം. വൈക്കത്തഷ്ടമി ദിനമായ ഇന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. തിങ്കളാഴ്ച മുക്കുടി നിവേദ്യത്തോടെ അഷ്ടമി ഉത്സവത്തിന് കൊടിയിറങ്ങും. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു.
അഷ്ടമി ദർശനത്തിന്റെ പുണ്യനിറവിലാണ് വൈക്കം മഹാദേവ ക്ഷേത്രവും നഗരവും നിറഞ്ഞൊഴുകുന്ന ഭക്തജനങ്ങളും. അഷ്ടമി തൊഴുത് വൈക്കത്തപ്പന്റെ ഇഷ്ടവഴിപാടായ അഷ്ടമി പ്രാതനം കഴിച്ച് ഭക്തർ ഉദയനാപുരത്തപ്പന്റെ വരവിനായി കാത്തിരിക്കുന്നു. രാത്രി 11ഓടെ ദേശദേവതകൾക്കൊപ്പം എഴുന്നള്ളുന്ന ഉദയനാപുരത്തപ്പൻ വൈക്കത്തപ്പനുമായി നഗരവീഥികളിൽ കൂടിയെഴുന്നള്ളും. അഷ്ടമി വിളക്കിനും വലിയ കാണിക്കയ്ക്കും ശേഷം പുലർച്ചെ 4 മണിയോടെ ഉദയനാപുരത്തപ്പൻ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ വൈക്കത്തഷ്ടമിയുടെ പ്രധാന ചടങ്ങുകൾക്ക് വിരാമമാവും. മുനമ്പം വിഷയത്തിൽ താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുനമ്പം സമരസമിതിയുമായി ഓൺലൈനായി നടത്തിയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ഉറപ്പു നൽകിയത്. ഭൂപ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും രേഖകളുള്ള ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതാണ് മഴയ്ക്ക് സാഹചര്യമൊരുങ്ങുന്നത്. തിങ്കളാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെത്തി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. തിരുവനന്തപുരം വെട്ടുകാട് മാദ്രെ ദേ ദേവൂസ് ദേവാലയത്തിലെ തിരുനാൾ പുരോഗമിക്കുന്നു. നാളെ വൈകുന്നേരം നടക്കുന്ന തിരുനാൾ പൊന്തിഫിക്കൽ സമൂഹ ദിവ്യബലിക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 29-ന് തിരുനാളിന് കൊടിയിറങ്ങും. പെരുന്നാളിനോടനുബന്ധിച്ച് ഇന്ന് രാത്രി 10 മണിവരെയും നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെയും പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കണ്ണൂർ കയാക്കത്തോൺ 2024 ദേശീയ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നാളെ. പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനലിൽ നിന്ന് രാവിലെ 7-ന് ആരംഭിക്കുന്ന മത്സരം രാവിലെ 10 മണിയോടെ അഴീക്കൽ ബോട്ട് ടെർമിനലിൽ അവസാനിക്കും. 11 കിലോമീറ്റർ ദൂരത്തിലാണ് മത്സരം. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ഭാഗമായ സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം സെന്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിർവഹിച്ചു. ഐടിയും അനുബന്ധ മേഖലകളും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും വിദൂരമായി ജോലി ചെയ്യാനുള്ള സൌകര്യങ്ങൾ ഇവിടെ ലഭ്യമാക്കും. ബോർഡർ ഗാവസ്കർ ട്രോഫിക്കായി ഓസ്ട്രേലിയയ്ക്കെതിരെ പെർത്തിൽ നടക്കുന്ന ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യയ്ക്ക് 218 റൺസിന്റെ മികച്ച ലീഡ്. 2ാം ഇന്നിംഗ്സിൽ വിക്കറ്റ് നഷ്ടമാകാതെ ഇന്ത്യ 172 റൺസ് നേടി. ഇന്ത്യയുടെ 150 റൺസിനെതിരെ ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 104 റൺസിന് പുറത്തായിരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ 5 വിക്കറ്റ് നേടി. റെസ്ലിംഗ് ലോക മിലിറ്ററി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 76 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഋതിക ഹൂഡയ്ക്ക് സ്വർണം. അർമേനിയയിൽ ഇന്നലെ നടന്ന മത്സരത്തിലാണ് ഋതികയുടെ വിജയം. ഗോവയിലെ 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ 3ാം ദിനമായ ഇന്നും തിയേറ്ററുകളിൽ സിനിമാസ്വാദകരുടെ കനത്ത തിരക്ക്. വിവിധ വിഭാഗങ്ങളിലായി 70ഓളം ചിത്രങ്ങളാണ് ഇന്നും പ്രദർശിപ്പിക്കുന്നത്. ഈ മാസം 28 വരെ നടക്കുന്ന മേളയിൽ 81 രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന AMR നിയന്ത്രണ പരിപാടി അമരം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് മുഹമ്മയിൽ നിർവഹിച്ചു. ആന്റിബയോട്ടിക്കുകളുടെ ശരിയായ ഉപയോഗം സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. അവയുടെ ദുരുപയോഗവും അശാസ്ത്രീയമായ പ്രയോഗവും മരുന്നുകളോട് രോഗാണുക്കൾ പ്രതികരിക്കാത്ത സാഹചര്യമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിയമങ്ങൾ നടപ്പിലാക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഭരണഘടനയുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടാകണമെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. സെക്രട്ടേറിയറ്റിൽ നിയമവകുപ്പ് സംഘടിപ്പിച്ച അഖില കേരള ഭരണഘടനാ പ്രസംഗ മത്സരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചീഫ് സെക്രട്ടറി. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്കുള്ള സൌജന്യ ലാപ്ടോപ്പ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. തിരുവനന്തപുരം അയ്യൻകാളി ഹാളിൽ വൈകിട്ടാണ് പരിപാടി. പൊതുജനങ്ങളുടെ പരാതി പരിഹാരത്തിന് സംസ്ഥാനത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ താലൂക്കുതല അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. ഡിസംബർ 9 മുതൽ ജനുവരി 13 വരെ നടക്കുന്ന അദാലത്തിന് ബന്ധപ്പെട്ട മന്ത്രിമാർക്കാണ് ചുമതല. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലവും പാലക്കാട് നിയമസഭാ സീറ്റും നിലനിർത്തി UDF. ചേലക്കര മണ്ഡലം LDFും നിലനിർത്തി. പാലക്കാട് BJP 2ാം സ്ഥാനത്ത്. വയനാട്ടിൽ 4 ലക്ഷം കടന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം. പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിജയം 18,000-ലധികം വോട്ടുകൾക്ക്. ചേലക്കരയിൽ UR പ്രദീപിനും വ്യക്തമായ മേൽക്കൈ. മഹാരാഷ്ട്ര ഭരണം നിലനിർത്തി BJP മുന്നണിയായ മഹായുതി. ഝാർഖണ്ഡിൽ INDI മുന്നണി അധികാരത്തിലേക്ക്. സദ്ഭരണവും വികസനവുമാണ് മഹാരാഷ്ട്രയിലെ വിജയത്തിന് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്ന UDF. ഭരണവിരുദ്ധ വികാരം പ്രകടമായില്ലെന്ന് CPM. പാലക്കാട്ടെ വോട്ടുകുറവിന്റെ കാരണം പരിശോധിക്കുമെന്ന് BJP. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.